നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശം പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. പഴയ ബസ് സ്റ്റാൻഡിൽ ഗവർണറുടെ കോലം കത്തിച്ചു. മുഖ്യധാര ന്യൂനപക്ഷങ്ങളിൽ അരക്ഷിതബോധം വളർന്നുവരുന്നെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷത്തിന്റെ കൊഴിഞ്ഞുപോക്കെന്നും സ്പീക്കർ. ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ജില്ലാ സമ്മേളനം ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിൽ കണ്ണൂരിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. പഴയ ബസ് സ്റ്റാൻഡിൽ ഗവർണറുടെ കോലം കത്തിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരീൻ ശശി, മുഹമ്മദ് അഫ്സൽ, MV ഷീമ, അഖിൽ PM, M ശ്രീരാമൻ എന്നിവർ നേതൃത്വം നൽകി. RSS കൊടുത്ത ലിസ്റ്റാണ് ഇപ്പോൾ സെനറ്റിലേക്ക് ഗവർണർ അയച്ചിരിക്കുന്നത്. എവിടുന്നാണ് കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ പഠിക്കുന്ന ക്യാമ്പസിനകത്തെ ABVPയുടെ യൂണിറ്റ് സെക്രട്ടറിമാരുടെ പേര് ഈ ഗവർണർക്ക് അറിയുന്നത്? ആര് കൊടുത്തിട്ടാ? നാട്ടിലെ സാധാ RSSന്റെ പ്രവർത്തകൻ. എങ്ങനെയാണ് RSSന്റെ പ്രവർത്തകന്റെ പേര് ഗവർണർക്ക് അറിയുന്നത്? ഉത്തരേന്ത്യക്കാരനായ ഗവർണർ ഈ നാട്ടിൽ മൊത്തം അധികാരമായിട്ടില്ലല്ലോ. ഒരു ക്യാമ്പസിനകത്ത് പഠിക്കുന്ന ABVPയുടെ പ്രവർത്തകന്റെ പേരറിയണമെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലെ സാധാരണ RSSകാരന്റെ പേരറിയണമെങ്കിൽ ആരെങ്കിലും കൊടുക്കാതെ ആ പേരെത്തില്ല. നമ്മളെല്ലാം ഇന്നലെ ഒരു ഫോട്ടോ കണ്ടു. യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകമായൊരു കൂടിക്കാഴ്ചയാണ്. ഏതെങ്കിലും ഒരു ഗവർണർ ഇങ്ങനെ പെരുമാറുമോ? ഗവർണർമാർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതിന്റെ മര്യാദ കൊടുത്താൽ ഇയാൾ തയ്യാറാവുന്നുണ്ടോ? ഇയാൾ സാധാരണ നാലാംഗണ സംഖ്യയെ പോലെ ഈ കേരളത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള വിദ്യാഭ്യാസ മേഖല, ആ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിനും ലോകത്തിനുമാകെ മാതൃകയാണ്. അതിന്റെ ചാൻസലർ പദവിയിലിരുന്നു കൊണ്ട് ആ പദവിയുടെ എല്ലാ മര്യാദയും ലംഘിക്കുന്ന നിലയ്ക്ക് ഇയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ KSMBAA പ്രവർത്തക കൺവെൻഷനും വധൂവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും ഡിസംബർ 22-ന് വെള്ളിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലുള്ള റെയിൻബോ ഹാളിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിവാഹ ഏജന്റുമാരുടെയും വിവാഹ ഏജൻസി ബ്യൂറോ മാട്രിമോണി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ 19 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ. സംഘടനയുടെ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷനും അതോടൊപ്പം വധൂവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും ഈ ഡിസംബർ 22-ന് വെള്ളിയാഴ്ച 10 മണിക്ക് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലുള്ള റെയിൻബോ കോൺഫറൻസ് ഹാൾ വെച്ചിട്ട് നടക്കുകയാണ്. പ്രവർത്തക കൺവെൻഷനും വധൂവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ സാറാണ്. നമ്മൾ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിന്ന് വധൂവരന്മാരെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതോടൊപ്പം ഈ മേഖലയിൽ വ്യാപകമായ തട്ടിപ്പും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആഭ്യന്തര വകുപ്പിന് പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടന സംസ്ഥാന സെക്രട്ടറി എന്ന ലെവൽ കാസർഗോഡ് SP ഓഫീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ മേഖല വരുന്ന കാര്യത്തിൽ പത്രങ്ങളിൽ വരുന്ന വ്യാജ പരസ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഓൺലൈനിൽ വരുന്ന മാട്രിമോണി തട്ടിപ്പുകൾ, അതോടൊപ്പം ഈ മേഖലയിൽ ഒരുപാട് സംഘടനകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി വീടുകളിൽ പോയിട്ട് കാശ് വാങ്ങി വിളിച്ചാൽ പോകേണ്ടാത്ത പ്രശ്നങ്ങൾ വേറെ. അതിനെക്കാട്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഇന്ന് പെണ്ണ് കിട്ടാത്ത അവസ്ഥ കൂടി വരികയാണ്. അപ്പോൾ ഈ മേഖലയിൽ സർക്കാർ 2015 ശേഷം വിവാഹ ഏജന്റുമാർ ഏജൻസികളെയും സർക്കാർ ലേബർ അംഗീകരിക്കുകയും അതോടൊപ്പം അസംഘടിത തൊഴിലാളി മേഖല ക്ഷേമതി ഇപ്പോൾ നിലവിലുണ്ട്. തൊഴിലാളിയെ അംഗീകരിച്ചതിൻ്റെ ഭാഗമായി തൊഴിൽ എന്ന ലെവലിൽ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ന്യായമായ പ്രതിഫലം കിട്ടാത്തൊരവസ്ഥ മറ്റൊരു ഭാഗത്തുണ്ട്.
ഇത് തൊഴിലായി വരും നമ്മളെ വിഭാഗ ഏജന്റുമാരും ഏജൻസികളും തൊഴിലാളി അംഗീകരിച്ചെങ്കിൽ പോലും ആ മേഖല തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾക്കിപ്പോഴും അവഗണനയാണ് ഇപ്പം ബാക്കി കിടക്കുന്നത്. വിവാഹ രജിസ്ട്രേഷൻ 100 രൂപ ഫീസ് ഈടാക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ രജിസ്ട്രേഷൻ സ്വീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി KSMBAA രവീന്ദ്രൻ, KM ജോയി കാപ്പിൽ, കൊഴുമൽ കൃഷ്ണൻ നമ്പ്യാർ, നിഷാന്ത് A തുടങ്ങിയവർ പങ്കെടുത്തു. ഗവർണർ ഇട്ടിക്കണ്ടപ്പൻ എന്ന MV ജയരാജൻ. ഇട്ടിക്കണ്ടപ്പൻ കഥാപാത്രം ഒന്നും ചെയ്യുകയുമില്ല, മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കുകയുമില്ല, കോട്ടും സൂട്ടും ധരിച്ചു വരും എന്നു മാത്രമേ ഉള്ളൂ എന്നും MV. കണ്ണൂരിനെയും മുഖ്യമന്ത്രിയെയും അധിക്ഷേപിക്കുന്ന ഗവർണർക്ക് മനോരോഗമാണെന്നും കണ്ണൂരിനെ അപമാനിച്ചതിനെതിരെ കണ്ണൂരുകാർ പ്രതിഷേധിക്കുമെന്ന് ജയരാജൻ കൂട്ടിച്ചേർത്തു. നേരത്തെ RSSകാർക്ക് കണ്ണൂരിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമുണ്ടായപ്പോ മതനിരപേക്ഷ വിശ്വാസികളാകെ രംഗത്തിറങ്ങി. അത്തരമൊരു പാരമ്പര്യം കണ്ണൂരിനുണ്ട്. പക്ഷെ അദ്ദേഹം വിദ്വേഷത്തോടെ കണ്ണൂരിലെ ജനങ്ങളെ ആകെ അപമാനിക്കുകയാണ് ചെയ്തത്. കണ്ണൂരിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇങ്ങോട്ട് കണ്ണൂര് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും നാടായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതൊന്നും ഗവർണർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശികൾ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഇർഫാൻ ഹബീബ് അടക്കമുള്ള ചരിത്രകാരന്മാരെയാണ് അദ്ദേഹം അപമാനിച്ചത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് എന്തായിരിക്കും നില പറയേണ്ടതില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ പരിശോധിച്ചാൽ തോന്നുന്ന ഒരു കാര്യം, തിരുവിതാംകൂറിലെ ഒരു നാടോടി നാടകത്തിലെ കഥാപാത്രം ഇട്ടിക്കണ്ടപ്പനെ പോലെയാണ് അദ്ദേഹം. ഇട്ടിക്കണ്ടപ്പൻ ഒരു ജലപ്രഭുവാണ്, കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചു വരും. എന്നാൽ അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ട് ജയിക്കാനോ സ്വയം ചെയ്യാനോ ഒന്നും തയ്യാറാവില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സ്വയം ചെയ്യേണ്ടതൊന്നും ചെയ്യുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയില്ല. ബസ് വ്യവസായത്തെ തകർക്കുന്ന അധികൃതരുടെ സമീപനത്തിനെതിരെ കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ബസ് ഉടമകൾ പ്രതിഷേധത്തിലേക്ക്. ഡിസംബർ 20-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി അന്വേഷിക്കാത്ത ജീവനക്കാരുടെ പേരിൽ ഈ പോസ്കോ പോലുള്ള കനത്ത ശിക്ഷാ നടപടികളായിട്ടുള്ള കേസുകൾ ചാർജ് ചെയ്ത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ 2 കണ്ടക്ടർമാർ കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിനടുത്ത പ്രദേശം 2 കണ്ടക്ടർമാർ ഇപ്പം 10-40 ദിവസമായിട്ട് ജയിലിൽ കിടക്കുക. ഇപ്പോൾ കുറ്റകരമായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കുന്നതിനൊന്നും നമ്മളിതിലല്ല. അപ്പോൾ ഈ പ്രവണത കൂടി വരികയാണ്. അതേപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലെത്തുന്ന വണ്ടികൾ ആഴ്ചകളോളം അവിടെ പിടിച്ചുവിടുകയും അതിനുശേഷം കോടതിയിലേക്ക് വിടുകയും ചെയ്യുന്ന അവസരത്തിൽ 20-22 ദിവസം നഷ്ടപ്പെട്ട ബസ് ഉടമകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. അതും വളരെ ഗുരുതരമായി ഈ വ്യവസായത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ മറ്റുള്ളതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സുകളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഫൈൻ ഈടാക്കുന്ന നടപടി. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥനെയോ ജീവനക്കാരെ വരുത്തി അതിൻ്റെ കുറ്റങ്ങളെന്താണെന്നോ പറയുകയോ അവരെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാതെ ഏകപക്ഷീയമായിട്ടൊരു 500 രൂപ 1000 രൂപ 1500 രൂപ ഫൈനിട്ട് പോകുന്ന ഒരു നടപടി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ മേഖല. ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകളെയും തൊഴിലാളികളെയും അനാവശ്യമായി പീഡിപ്പിക്കുന്നതിനെതിരെ, നിയമലംഘനത്തിന്റെ പേര് പറഞ്ഞ് ബസ്സുകൾ ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വെക്കുന്നതിനെതിരെ, ഫോട്ടോ എടുത്ത് ഏകപക്ഷീയമായി ഫൈൻ ഈടാക്കുന്ന പോലീസ് നടപടിക്കെതിരെ, വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു എന്ന വ്യാജ പരാതി നൽകി സ്വകാര്യ ബസ് തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിനുമെതിരെയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്.
പാസില്ലാതെയും വ്യാജ പാസ് ഉപയോഗിച്ചും യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളോട് കണ്ടക്ടർ പാസിന് ചോദിക്കുന്നതിന്റെ പേരിലാണ് വ്യാജ പരാതി നൽകുന്നത് എന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പൊതുവാഹനമായ ബസ്സുകൾ ആഴ്ചകളോളം സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ബസ്സുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കുന്നില്ല. ഇത് കാരണം വലിയ സാമ്പത്തിക നഷ്ടവും സഹിക്കേണ്ടി വരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രാജ്കുമാർ കരുവാരത്ത്, പി കെ പവിത്രൻ, കെ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശം പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. പഴയ ബസ് സ്റ്റാൻഡിൽ ഗവർണറുടെ കോലം കത്തിച്ചു. മുഖ്യധാര ന്യൂനപക്ഷങ്ങളിൽ അരക്ഷിതബോധം വളർന്നുവരുന്നെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷത്തിന്റെ കൊഴിഞ്ഞുപോക്കെന്നും സ്പീക്കർ. ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ജില്ലാ സമ്മേളനം ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. MMR Catering and വാർത്തയിലേക്ക്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലും ഭീതിയിലുമാണെന്ന് സ്പീക്കർ എൻ ഷംസീർ. ദേശീയ ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ന്യൂനപക്ഷ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യധാര ന്യൂനപക്ഷമായ മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ അരക്ഷിതാബോധം വളർന്നു വരികയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ഓരോന്നായി ഇല്ലാതാക്കാനും രാജ്യത്തെ വംശീയ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് ശ്രമം നടക്കുന്നതെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു.
ഇന്ത്യ എന്ന രാജ്യം വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിനകത്ത് വംശീയ ജനാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പം അതിനെതിരായ ചെറുത്തുനിൽപ്പ് ആ വിഭാഗത്തിൽ തന്നെ ഉണ്ടാവും. ഭൂരിപക്ഷ ഹിന്ദു ഒരു വർഗീയതയിലും താല്പര്യമുള്ള ആളല്ല. ഇവിടുത്തെ ഭൂരിപക്ഷ മതം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്നവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷ മതം. പക്ഷേ അതിനകത്തൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നിപ്പോൾ പറയാൻ സാധിക്കില്ലെങ്കിലും അതിനകത്തൊരു ചെറു ന്യൂനപക്ഷം ഈ രാജ്യത്തെ ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, അതിന്റെ ശ്രമമാണ്. ലിഞ്ചിങ് എന്ന വാക്ക് നമുക്ക് പരിചിതമായിരുന്നില്ല. ലിഞ്ചിങ് എന്ന വാക്ക് ആൾക്കൂട്ട കൊലയാണ്. ആ ആൾക്കൂട്ട കൊല ഇന്ത്യയിലേക്ക് വരുന്നു. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാർ കൊന്നിരുന്നു ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി. അതിന് സമാനമായി ഈ കാലമത്രയും നമുക്ക് പരിചിതമല്ലാത്ത ചില വാക്കുകൾ നാം പരിചയപ്പെടുന്നു, നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്ന പ്രവണതകൾ. ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ നമുക്കാവണം. ഭരണഘടനയുടെ അടിസ്ഥാന ശിലയിൽ മാറ്റം വരുത്താൻ ഒരു ഭൂരിപക്ഷത്തിനും സാധിക്കില്ല. വർഗീയത ഏതു പക്ഷത്തായാലും അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണ പ്രക്രിയയിലൂടെ രാജ്യത്തിന്റെ പേര് മാറ്റാൻ വരെ ശ്രമം നടക്കുന്നു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷത്തിന്റെ കൊഴിഞ്ഞുപോക്ക് നടക്കുകയാണെന്നും ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ഫാദർ ജോസഫ് കാവനാടിയിൽ, ഫാദർ മാർട്ടിൻ രായപ്പൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, AK അബ്ദുൾ ബാഖി, ജോസഫ് S ഡാനിയൽ, ഫാദർ കിരൺ ജോസ്, MK ഹമീദ്, ഡോക്ടർ സുൽഫിക്കർ അലി, PK മുഹമ്മദ് സാജിദ്, പാസ്റ്റർ കുര്യൻ ഈപ്പൻ, KV ഷംസുദ്ദീൻ, VT ബീന P റോസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് എന്തിന് എന്ന വിഷയത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം സൈഫുദ്ദീൻ ക്ലാസ് എടുത്തു. ന്യൂനപക്ഷങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിവരണവും നടന്നു. കൂടാളി ഹൈസ്കൂൾ 1982-83 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടാം കൂടെ എന്ന പേരിൽ സ്കൂളിൽ വെച്ച് നടന്നു. ചലച്ചിത്ര താരം കാർത്തിക് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എന്റെ അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരാണ് ബൈജുവിന്റെ ഫാൻസ് എന്ന് പറയും. അപ്പൊ എന്റെ അടുത്ത കിരണും കല്യാണിക്ക് പറയും, ചേട്ടന് ഗേൾസ് പെൺകുട്ടികളൊന്നും ചേട്ടന്റെ ഫ്രണ്ടല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് അമ്മമാരെ മതി, അമ്മമാരെയും കുട്ടികളുമാണ് എന്റെ ഫാൻസ്. എന്റെ അമ്മയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നാ പറയാറ്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ വാക്ക് അമ്മ എന്നുള്ളതാണ്. അമ്മയുടെ പാട്ട് താരാട്ടുപാട്ടാണ് ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും മനോഹരമായ ഗാനം. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ദേവാസുരം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗാനം എഴുതാൻ പോയപ്പോ MJ രാധാകൃഷ്ണനോട് ചോദിച്ചു, രാധാകൃഷ്ണേട്ടാ എനിക്ക് സാമന്ത മലഹരി രാഗത്തിൽ ഒരു ഗാനം ചിട്ടപ്പെടുത്തുന്നുണ്ട്, എനിക്കതിനെ മ്യൂസിക് ചെയ്തരോ ചോദിച്ചു. അപ്പൊ ചോദിച്ചു, നിനക്കെന്താ ഈ സാമന്ത മലഹരിയോട് എത്ര പ്രണയം ചോദിച്ചപ്പോൾ പറഞ്ഞു, മലയാളത്തിലെ ഏറ്റവും വലിയ ഭീഷണാശാലിയായ G അരവിന്ദന്റെ സിനിമയിലെ ഈ ഗാനം സാമന്ത മലഹരി ഉള്ളതാണ്. ശരി, ഞാൻ ചിട്ടപ്പെടുത്താം, നീ എഴുതുമോ ചോദിച്ചു. അങ്ങനെ എഴുതിയ പാട്ടാണ് വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദവഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക. കൂടെ കൂടാം സംഘാടക സമിതി പ്രസിഡന്റ് K രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ TC രാജീവൻ സ്വാഗതം പറഞ്ഞു. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ, ഹെഡ് മാസ്റ്റർ KV മനോജ്, സംഘാടക സമിതി വൈസ് പ്രസിഡന്റ് P ഹൈമജ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവന്ദനം പരിപാടിയിൽ 40ഓളം ഗുരുനാഥന്മാരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മ പുതുക്കൽ, പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി.
വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെയും അനാസ്ഥയ്ക്കെതിരെ എളയാവൂർ സോണൽ ഓഫീസ് പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മകളെ മാപ്പ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ സായാഹ്ന ധർണ DCC ജനറൽ സെക്രട്ടറി P. മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭരണകൂടം തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ പ്രതിഷേധമുണ്ടാവുമ്പോൾ CPM-കാര് നിങ്ങൾ കാണിച്ചതുപോലെ നിങ്ങളുടെ ഈ നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്ത് മുൻകാലത്ത് ചെയ്തതുപോലെ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഏറ്റവും ലളിതമായി പ്രതിഷേധം പ്രകടിപ്പിക്കുവാൻ പറ്റുന്ന വഴി എന്ന് പറയുന്നത് കരികൊടി കാണിക്കല. അവരുടെ കയ്യിൽ ഇരുമ്പ് ദണ്ടുകളില്ല. അവരുടെ കയ്യിൽ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിലേക്കും എറിഞ്ഞ് പൊട്ടിച്ചതുപോലുള്ള കരികച്ചുകളില്ല. അവരുടെ കയ്യിൽ മറ്റ് ബോംബുകളോ മറ്റ് ആയുധങ്ങളോ ഇല്ല. അവരുടെ കയ്യിലുള്ളത് ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള കറുത്ത ശീല മാത്രമാണ്. അതുപോലും കാണുമ്പോൾ പേടിക്കുന്ന മുഖ്യമന്ത്രിയുടെ 2 വാഹനങ്ങൾ, മുഖ്യമന്ത്രി പോയ വാഹനം കഴിഞ്ഞു, 2 വാഹനങ്ങൾ കഴിഞ്ഞ് അതിന്റെ പുറകിൽ വരുന്ന വാഹനത്തിന്റെ ഇടയിൽ കരിങ്കുടി കാണിക്കുമ്പോഴും ചാടിറങ്ങി ഈ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ചെറുപ്പക്കാരെ തല്ലിച്ചതക്കുന്ന ഗവൺമെന്റ്മാരുൾപ്പെടെയുള്ള ഒരു കിരാത ഭരണം മുന്നോട്ട് പോവുക. ഇവിടെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്, എന്തിനാണ് വോട്ട് ചെയ്തവർ ചോദിക്കുക, CPM-കാരിൽ വിശ്വസിച്ചവർ ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണം? വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെയും അനാസ്ഥയ്ക്കെതിരെയും പോസ്കോ കേസിൽ പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് എളയാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മകളെ മാപ്പ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എളയാവൂർ സോണൽ ഓഫീസ് പരിസരത്ത് സായാഹ്ന ധർണ നടത്തിയത്. പിണറായി സർക്കാർ കാണിക്കുന്ന ഈ കൊടും ക്രൂരതയ്ക്കെതിരെ വൻ പ്രതിഷേധമായി സായാഹ്ന ധർണ മാറിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എളയാവൂർ മണ്ഡലം പ്രസിഡന്റ് സതീശൻ ബാവുക്കൽ അധ്യക്ഷത വഹിച്ചു. ജയദീപ്, A. ശശിധരൻ, T. പ്രദീപൻ, ഷാഹിദ മൊഹിദ്ദീൻ, അഡ്വക്കേറ്റ് P. വിജയൻ, രൂപ NC, സുധീർ പയ്യനാടൻ, സുനിൽ മണ്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ജില്ലാ സമ്മേളനം നടന്നു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ മേഖലയിൽ ജോലി സ്കൂളിൽ ജോലി കൂടിയാണ് നിൽക്കുന്നത്. അശ്രദ്ധയോ കൃത്യവിരോധമോ കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു തമ്മിലുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സൂക്ഷ്മത, നിതാന്തമായ ശ്രദ്ധ, സമർപ്പണ ബോധം ഇതെല്ലാം ഒന്നിട്ടുണ്ടായാൽ മാത്രമേ ഒരുപാട് അപകട സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രംഗം ഈ ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ആധുനിക ജീവിതത്തിൽ നിങ്ങളുടെ സഹകരണവും പങ്കാളിത്തമില്ലാതെ ഒരു ആധുനിക ജീവിതവും ഇല്ല. എല്ലാ രംഗത്തും നിങ്ങളുടെ സ്പർശം ഉണ്ടാകണം. കാരണം അതുണ്ടായാൽ മാത്രമേ നമ്മൾ ഈ വർത്തമാനകാല ജീവിതത്തിലെ ആധുനികവൽക്കരിക്കപ്പെട്ട പരിഷ്കൃതമായ ജീവിത സൗകര്യങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പ്രസിഡന്റ് P. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ജ്യോതിഷ് KP, അനീഷ് MM, ജയചന്ദ്രൻ A, ഹമീദ് ഒമാനൂർ, വിനു രഘുനാഥ്, PP ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് കളപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ സംവിധാനമില്ല, കൂടാളി സ്കൂളിന് 5000 രൂപ പിഴ വിധിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ജൈവ അജൈവ മാലിന്യങ്ങൾ ഒന്നിച്ചു കൂട്ടിയിട്ടതായും സ്ക്വാഡ് കണ്ടെത്തി. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിന് 5000 രൂപയാണ് പിഴ ചുമത്തിയത്. സ്കൂൾ പരിസരത്ത് പലയിടങ്ങളിലായി ഉപയോഗശൂന്യമായ പേനകൾ, മിഠായി കവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, കടലാസ് എന്നിവ ജൈവ മാലിന്യങ്ങൾക്കൊപ്പം കൂട്ടിയിട്ട നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി കമ്പോസ്റ്റ് തുടങ്ങിയ പ്രത്യേക സംവിധാനങ്ങളൊന്നും തന്നെ സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുമില്ല. കുട്ടികളിൽ പ്ലാസ്റ്റിക് തരംതിരിവ് ശീലിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് നൽകിയ 4 ബിന്നുകളും കൃത്യമായി സജ്ജീകരിച്ചിരുന്നുമില്ല. പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൂടാളി പഞ്ചായത്തിന് നിർദ്ദേശവും നൽകി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയ്കുമാർ, ടീമംഗം ഷെറിഖുൽ അൻസാർ, C ഹേമന്ത് എന്നിവരും പങ്കെടുത്തു. തോട്ടട ബീച്ചിൽ നിന്നും വൃത്തിയാക്കി എടുത്തു വയ്ക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. ഇരുട്ട് മറയാക്കിയാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത്. നിരവധി പേർ വന്നുപോകുന്ന ബീച്ചിൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പരാതിയുണ്ട്.
രണ്ടാഴ്ച മുമ്പേ ബീച്ച് വൃത്തിയാക്കി എടുത്തു വയ്ക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. കാടുപിടിച്ചതും വെളിച്ചമില്ലാത്തതുമായ ഇവിടം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ്. റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരവുമാണ്. മെറ്റൽ ചെയ്ത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു വർക്കും നടത്തിയിട്ടില്ല. നിരവധി വിദേശികളും സ്വദേശികളും വന്നു പോകുന്ന ഈ പ്രദേശം അധികൃതരുടെ യാതൊരുവിധ ഇടപെടലുകളും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെ ഇപ്പോൾ ഉള്ളത് തോട്ടട ബീച്ചിലാണ്. തോട്ടട ബീച്ചിലെ ദിവസവും 1 മണിക്കൂർ ഞങ്ങൾ എടുത്തു വെക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇവിടെ കത്തിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പെയാണ് ഇത് സംഭവം നടന്നത്. ഇവിടെ ഏകദേശം ഒരു 230 ചാക്കുകളോളം സാധനങ്ങളിവിടെ വെച്ചതാണ്. അതാണ് രാത്രിയുടെ മറവിൽ ആരോ കത്തിച്ചത്. അത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ആരെയും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്രയും നല്ലൊരു എഫേർട്ട് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത നമ്മുടെ എന്താ പറയുക ഭരിക്കുന്ന ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണഗ്രാമിന് 5740, പവന് 45,920 രൂപ, വെള്ളി 80 രൂപ. കാലാവസ്ഥ. രണ്ട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത, ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതിയൊതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം. ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കേണ്ടതുണ്ട്. കിറ്റ് തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശം പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. പഴയ ബസ് സ്റ്റാൻഡിൽ ഗവർണറുടെ കോലം കത്തിച്ചു. മുഖ്യധാരാ ന്യൂനപക്ഷങ്ങളിൽ അരക്ഷിതബോധം വളർന്നുവരുന്നെന്ന് സ്പീക്കർ AN ഷംസീർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷത്തിന്റെ കൊഴിഞ്ഞുപോക്കെന്നും സ്പീക്കർ. ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ജില്ലാ സമ്മേളനം ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.